ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബാക്ക് യാർഡ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗം ഒക്കെ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ വെയിലിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചൂട് കാലത്തൊക്കെ. അപ്പോൾ നമ്മളിത് ക്ലോസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ കുറേ എക്സ്ട്രാ വർക്കുകളൊക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് പണിക്കാരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്കുള്ള പണികളാണ്. ആവേശത്തിൽ ഇൻ്റർലോക്കിൽ പെയിൻ്റ് അടിക്കാമെന്നൊക്കെ പറഞ്ഞ് പെയിൻ്റ് അടിയൊക്കെ തുടങ്ങി. ഒരു കൂട്ട് പെയിൻ്റ് അടിച്ചു. ഒരു കൂട്ട് പെയിൻ്റ് അടിച്ചപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു, കാണാനായിട്ട് നല്ല വൃത്തിയായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഉണങ്ങി പിറ്റേ ദിവസം ചെന്ന് നോക്കിയപ്പോൾ ഇതേപോലെയുള്ള കുറച്ച് പാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പാടുകളൊക്കെ എന്താണെന്ന് വെച്ചാൽ വൈറ്റ് സിമെൻറ്റും പെയിൻറ്റും ഒക്കെ നമ്മുടെ ഇവിടെ പണികൾ നടന്നപ്പോൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഇതേപോലെ സ്ക്രൂ ഡ്രൈവറെ വെച്ച് ഒന്ന് നല്ലോണം കുത്തിക്കളഞ്ഞിട്ട് വീണ്ടും അടുത്ത പെയിൻ്റ് അടി തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ ബ്ലാക്കും ടെറാക്കോട്ട 2 കളറാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഈ ടെറാക്കോട്ട കളർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ബ്ലാക്ക് അടിക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇനി അടുത്ത കോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് പെയിൻറ്റൊക്കെ കലക്കി മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഒരു പാത്രത്തിൽ ഒഴിച്ചു. അപ്പോൾ ഇത് വലിയൊരു തളികയാണ്. അപ്പോൾ തളികയിൽ പെയിൻ്റ് ആയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് കളയണം, അല്ലെങ്കിൽ പിന്നെ കഴുകിയെടുക്കണം. അപ്പോൾ ഇത് കഴുകിയെടുക്കൽ ബുദ്ധിമുട്ടാണ്, കാരണം പെയിൻ്റ് ആയി കഴിഞ്ഞാൽ പോകാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഈ ഒരു കളർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബ്ലാക്കും കൂടി അടിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ തളികയിൽ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കവർ വിരിച്ചതിന് ശേഷമാണ് പെയിൻ്റ് ആക്കി കൊടുത്തത്. എന്നിട്ട് ഇതാ വീണ്ടും പെയിൻ്റ് അടിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇത് രണ്ടാമത്തെ കോട്ടാണ്. അപ്പോൾ ഇതേപോലെ തന്നെ രണ്ടാമത്തെ കോട്ട് അടിച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കോട്ട് അടിച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു സ്ഥിതി ഇതാണ്. അപ്പോൾ ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബ്ലാക്ക് കളർ പെയിൻ്റ് അടിക്കാനായിട്ട്. അതിനുശേഷം ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.